ഇവൻ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. എം.എ. ഷഹനാസ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കാണിത്. പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ഹാഷ്മിക്ക് നൽകിയ ഇന്റർവ്യൂവിൽ ഷഹനാസിന്റെ അടുത്ത സുഹൃത്താണെന്നും ഷഹനാസിനെ കർഷക സമരത്തിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ഡൽഹിയിലേക്ക് വിളിച്ചു എന്നുള്ള ഒരു പരാമർശം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നും എന്നോട് അതിജീവിതമാർ പറയുന്നതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്ത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എം.എ. ഷഹനാസ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ പറഞ്ഞത്. സ്വാഭാവികമായും ഇന്നലെ പറഞ്ഞവരൊക്കെ മറുപടിയുമായി രംഗത്തെത്തും, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഷഹനാസ് പറയുകയാണ്, ഇവൻ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൺഗ്രസിൽ വച്ചാൽ മഹിളാ കോൺഗ്രസിൽ അടക്കം ഉള്ള സ്ത്രീകൾ രാഹുലിൻ്റെയും ഇവരുടെയൊക്കെ ഫോണുകൾ വച്ചാൽ മഹിളാ കോൺഗ്രസിൽ അടക്കമുള്ള സ്ത്രീകൾ ഈ രാഹുലിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ കേരളം തന്നെ ഞെട്ടും. അത്ര വലിയ പീഡന വീരനാണിവൻ. ഇവൻ പറയുന്നതൊന്നും കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. ഇവനെക്കാളും കുറച്ചുകൂടെ ഓണം കൂടുതലുണ്ട ആളാണ് ഞാൻ. ഈ ഓണം കൂടുതൽ ഉണ്ണതൊക്കെ ഒരു പക്വതയുടെയും മാനദണ്ഡം ആക്കി ഷഹനാസൊക്കെ എടുക്കുന്നത് ഷഹനാസിൻ്റെയൊക്കെ രാഷ്ട്രീയ പക്വത ഇല്ലായ്മ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതെന്തോ ആകട്ടെ. എന്തായാലും അതിനുശേഷം ഷഹനാസ് പറയുകയാണ്, ഹാഷ്മിയുടെ പുച്ഛമാണ്, ആ ചാനലിലൂടെ എനിക്ക് പുച്ഛമാണ്. രാഹുൽ മാങ്കൂട്ടം വിശ്വസിച്ച് ഈ കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടം വിശ്വസിച്ച് പറഞ്ഞവരെല്ലാം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് നിങ്ങളെ കാണിക്കുകയാണ് എന്നൊക്കെയാണ് ഷഹനാസ് പറയുന്നത്. ഓക്കെ, ഷഹനാസ് രാഹുൽ മാങ്കൂട്ടം വലിയ കോഴിയാണ് എന്നുള്ളത് ഒരുപക്ഷെ ഷഹനാസിന് അറിയാമായിരിക്കാം. മറ്റുള്ളവർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഷഹനാസിനോടാണ് അത്തരം മോശമായ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഷഹനാസിന് അറിയാമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഷഹനാസ് ഒരു കാര്യം കൂടി ചെയ്യണം. ഈ 2020 കർഷക സമരം ഉണ്ടായ സമയത്ത് രാഹുൽ മാങ്കൂട്ടം ഈ മെസ്സേജ് അയച്ച് നിങ്ങളോട് റൂമിലെങ്ങാണ്ട് വരാൻ പറഞ്ഞു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ എന്തോ ആണ്. അങ്ങനെ അല്ലെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങൾ കൂടി പുറത്തുവിടാനുള്ള ഈ ഓണം കൂടുതൽ ഉണ്ടതിൻ്റെ ഒരു ചങ്കൂറ്റ ഷഹനാസ് കാണിക്കണം. ഓണം കൂടുതൽ ഉണ്ണുന്നതാണല്ലോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും പറയുന്നതിലും ഒക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെയൊക്കെ ഓണം കൂടുതൽ ഉണ്ടത് കൊണ്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഓണം ഉണ്ടതിൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അതും കൂടി പുറത്തുവിടാനുള്ള ഒരു ഓണം കൂടുതൽ ഉണ്ടതിൻ്റെ പക്വത ഷഹനാസ് കാണിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഷഹനാസിന് എല്ലാവരോടും പുച്ഛമാണ്. രാഹുൽ മാങ്കൂട്ടത്തോട് പുച്ഛമാണ്, കോൺഗ്രസിനോട് പുച്ഛമാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. പിന്നെ ഹാഷ്മിയോട് പുച്ഛമാണ്, ന്യൂസിനോട് പുച്ഛമാണ്. പണം വാങ്ങിയിട്ടാണ് ആ ന്യൂസ് ഇത് ടെലികാസ്റ്റ് ചെയ്തതെന്നുള്ള ആരോപണമൊക്കെ ഷഹനാസ് ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരേ ഒരു ചോദ്യം മാത്രമേ ഷഹനാസിനോട് ചോദിക്കാനുള്ളൂ, ഒരൊറ്റ ചോദ്യം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല. ഒരു ജനപ്രതിനിധിയെ കേരളത്തിലെ ജനങ്ങൾക്കറിയാവും. അയാൾ പീഡന വീരനാണെന്നോ, അയാൾ പെണ്ണുങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അയാളുടെ എന്താ പറയുക കിടപ്പറയിലേക്ക് കൊണ്ടുപോകുന്ന ആളാണെന്നോ, അയാൾ സ്ത്രീകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ആളാണെന്നോ, അയാൾക്ക് ഒരുപാട് സ്ത്രീകളുമായി ലൈംഗിക ബന്ധമുള്ള ആളാണെന്നോ, അയാൾ സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന ആളാണെന്നോ, അല്ലെങ്കിൽ അയാൾക്ക് ഇത്തരത്തിൽ സൈക്കോ പോലുള്ള അസുഖങ്ങൾ ഉണ്ടെന്നോ, ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല. ഈ കാര്യങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല, പ്രത്യേകിച്ച് പാലക്കാട് ജനങ്ങൾക്കറിയില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. അയാൾ പറയുന്നത് 10ാം ക്ലാസ് മുതൽ അയാൾ KSUവിൻ്റെ പ്രവർത്തകനായിരുന്നു. അതിൽ നിന്ന് പടിയായിട്ട് വളർന്നു വന്ന ആളാണ്. 2018 എങ്ങാണ്ട് അയാൾ ആദ്യമായി ജയിലിൽ കിടന്നു എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ, അതെന്തോ ആവട്ടെ. ഇപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ കോഴിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഷഹനാസിന് കൃത്യമായി അറിയാമെങ്കിൽ ഷഹനാസ് എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ നേരത്ത് അത് പറ്റില്ല, ഇത്രയും വലിയൊരു കോഴിയെ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഷഹനാസ് പറയാത്തതെന്താ? അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ MP സ്ഥാനത്തേക്ക് പോയപ്പോൾ അവിടെ
മത്സരിക്കാൻ എത്തിയത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം വലിയ വിജയവും നേടി. കോൺഗ്രസിന് ആധിപത്യമുള്ള ഒരു മണ്ണാണ്. BJPക്ക് വലിയ ഉറച്ച പേരുകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും BJPയിലെ ഗ്രൂപ്പിസവും തമ്മിൽ തല്ലും അന്ന് നിർത്തിയ സ്ഥാനാർത്ഥിയോടുള്ള BJPക്കാരുടെ തന്നെ എതിർപ്പും BJPക്ക് ഒരു അനുകൂല ഘടകം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. ഇത്രയും മോശപ്പെട്ട ഒരാളെ, കോഴിയായ പീഡന വീരനായ, സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്ത് പിന്നെ കിടപ്പറയിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെക്കാൾ ഓണം കൂടുതൽ ഉണ്ണാത്ത, പിന്നെ സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന, സ്ത്രീകളോട് ഒരു ബഹുമാനവും മാന്യതയും ഒന്നുമില്ലാത്ത, അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ എൻ്റെ കിടപ്പറയിൽ എനിക്ക് ഉപയോഗിച്ച് കളയാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് മാത്രം വിചാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന MA ഷഹനാസ് എതിർത്തില്ല? എന്തുകൊണ്ട്? നിങ്ങൾ ഓണം കൂടുതലുണ്ട് ആളല്ലേ, രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ കൂടുതൽ ഓണമുണ്ട്, അതിൻ്റെ എല്ലാ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട്, പക്വതയുണ്ട്, രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഒരുപാട് അറിവുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ MA ഷഹനാസ് എന്തിനാണ് ജനങ്ങളെ പറ്റിച്ചത്? പ്രത്യേകിച്ച് പാലക്കാടത്തെ ജനങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തത് എന്തിനാണ്? നിങ്ങൾക്ക് ഇയാൾ ഇത്രയും വൃത്തികെട്ടവനാണ് എന്നറിയാമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്നൊരു പത്രസമ്മേളനം വിളിച്ച് നിങ്ങൾ ഇത് പറഞ്ഞില്ല? ഇവനെ എനിക്കറിയാം, നിങ്ങൾ ഇവനെ വോട്ട് ചെയ്യരുത്, ഇവൻ ലോകത്തെ അല്ലെങ്കിൽ ഇവൻ കേരളം കണ്ട ഏറ്റവും വലിയ പീഡന വീരനാണ്, ഇവൻ ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട്, ഇവനൊരു മഹാകോഴിയാണ്, ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നാൽ ഇത്തരത്തിൽ മഹിളാ കോൺഗ്രസിലെ സ്ത്രീകളടക്കം ഇവനെതിരെ പിന്നെ പരാതി പറയും, ഇവനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ ഹാഷ്മിക്ക് കൊടുത്തതുപോലൊരു അഭിമുഖം എനിക്ക് തരാൻ, ഞാൻ രാഹുലിന്റെ വീട്ടിൽ വേണമെങ്കിലും വരാം, എൻ്റെ മുമ്പ് നടത്താൻ രാഹുൽ തയ്യാറാണോ എന്നൊക്കെയാണ് ഷഹനാസ് ചോദിക്കുന്നത്. ഈ ചോദ്യം ഒന്നും ഞങ്ങൾ തിരിച്ചു ചോദിക്കില്ല. ഷഹനാസ് പറഞ്ഞത് തന്നെയാണ് 100% ശരി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഷഹനാസ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി ജനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് അവരോധിച്ചപ്പോൾ എന്തുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത്രയും വൃത്തികെട്ടവനായ ഒരുത്തനെ ഒരു ജനപ്രതിനിധിയായി അവിടെ നിർത്താൻ പറ്റില്ല എന്ന് ഷഹനാസ് പറയാത്തത് എന്തുകൊണ്ടാണ്? ഈ അതിജീവിതമാരോട് ഇത്രയും കരുണയും സ്നേഹവും ദയയും ഒക്കെ കാണിക്കുന്ന ഷഹനാസിന് പാലക്കാടെ ജനങ്ങളോട് ഇതൊന്നും തോന്നിയില്ലായിരുന്നോ? ഇയാളെ പ്രതിനിധീകരിച്ച് ഒരുപാട് അമ്മമാർ, ഒരുപാട് പെങ്ങന്മാർ, ഒരുപാട് ആളുകൾ അവിടെ ഇയാൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവരെയൊക്കെ ചതിക്കുകയായിരുന്നു നിങ്ങൾ? അങ്ങനെയല്ലേ ഇതിൽ നിന്ന് ഞങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്? അതായത് കോൺഗ്രസിനുള്ളിലെ പീഡകരെ എല്ലാം ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു ഘട്ടം എത്തുമ്പോൾ അവരെ പാർട്ടിക്കും ജനങ്ങൾക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണമോ വേണ്ടേ എന്നുള്ളത് ഒരു തിരഞ്ഞെടുപ്പ് വന്നാലേ അറിയാൻ പറ്റൂ. എന്നാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് പേരുടെ പിന്തുണയുണ്ട് എന്നാണ് പറയുന്നത്. പാർട്ടിക്ക് വേണ്ടാതാകുമ്പോൾ ഇത്തരക്കാരെ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരെ നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് തൂക്കി എറിയേണ്ടി വരും. ഈ പറയുന്നവരെല്ലാം 100% പെർഫെക്റ്റ് ആണോ എന്ന് ആദ്യം ചിന്തിക്കുക, എന്നിട്ട് വേണം പറയാനുള്ളത്. പിന്നെ ഒരു ചാനൽ ആരെ ഇന്റർവ്യൂ നടത്തണം, ആരോട്, അതായത് ഒരു കാര്യത്തിന് 2 വശമുണ്ട്. നാളെ ഷഹനാസിനെതിരെയും ആരെങ്കിലും ഇതുപോലുള്ള പരാതിയുമായി രംഗത്തെത്തിയാൽ, വരാതിരിക്കട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമാണ്, ഒരു പരാതിയുമായി രംഗത്തെത്തിയാൽ ഷഹനാസിന് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കണ്ടേ? നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കുക തന്നെ ചെയ്യും. ഏതൊരു കാര്യത്തിനും ശരിയും തെറ്റുമുണ്ട്. അതുകൊണ്ടാണ് കോടതി 2 ഭാഗവും കേട്ടിട്ട് ഒരു കാര്യത്തിൽ വിധി പറയുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വിചാരിച്ചുകൊണ്ട്, ഇപ്പൊ അതിജീവിതമാർ അനുഭവിച്ച വേദനകൾ അതൊരിക്കലും പിന്നെ എന്താ പറയുക, നമ്മൾ മാറ്റി നിർത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഷഹനാസിനോട് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടം വന്ന് പറയുകയാണ്, ഞാൻ നിരപരാധിയാണ്, ഈ കേസിൽ അല്ലെങ്കിൽ ഈ പറയുന്നതിൽ എനിക്കൊരു പങ്കുമില്ല, ഞാൻ പിന്നെ വളരെ നിഷ്കളങ്കനായ മാന്യനായ സ്ത്രീകളെ വിരളിൽ പോലും തൊടാത്ത അയാൾ ഇന്നലെ അങ്ങനെയാണ് പറഞ്ഞത്. സെക്കൻഡ് പോലും ഞാൻ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ കയ്യിൽ പിടിക്കില്ല എന്നാണ് അയാൾ ഇന്നലെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ പോകുന്ന ഒരാള് അത്തരത്തിൽ ഈ സ്ത്രീകളെ ബഹുമാനിക്കുകയും സ്ത്രീകളെ വല്ലാതെ പിന്നെ എന്താ പറയുക, സ്ത്രീകളോട് വല്ലാത്ത ബഹുമാനവും ഒക്കെ ഉള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ ന്യായീകരണങ്ങളുണ്ട്, വിശദീകരണങ്ങളുണ്ട്. ഇപ്പോൾ അതിജീവിതമാരുടെ വോയിസ് ക്ലിപ്പ് അടക്കം പുറത്തു വിട്ടവർക്ക് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം പറയുന്നതും കേൾക്കാനുള്ള
കരുത്തുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങൾ അത് കേൾക്കുക തന്നെ വേണം. ഇപ്പൊ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് കോടതി ജാമ്യം കൊടുത്ത് കോടതി അതിൽ കൃത്യമായ വരും ദിവസങ്ങളിൽ കേരളം ഞെട്ടുന്ന വലിയ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ഇന്റർവ്യൂ കൊടുത്തതിൽ പറയുന്നത് കേട്ടു. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നിങ്ങളോട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുകയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ മാന്യനാണ്, ഞാൻ സ്ത്രീകളെ ഒരു തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഉടൻ എന്നാൽ പിന്നെ നീ അതിജീവിതമാർക്കെതിരെ മാനനഷ്ട കേസ് കൊട് എന്ന് നിങ്ങൾ എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ ഓണമുണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ പറഞ്ഞതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിജീവിതമാർക്കെതിരെ പരാതി കൊടുക്കുക എന്നുള്ളത്. ഷഹനാസ് ഇപ്പൊ പറഞ്ഞതിനൊന്നും കേരളത്തിലെ ജനങ്ങൾ ഷഹനാസിനോട് പൊറുക്കില്ല. കാരണം ഏറ്റവും വലിയ പീഡനഭീരനെന്ന് നിങ്ങൾ പറയുന്ന, മാന്യനല്ലാത്തവനെന്ന് നിങ്ങൾ പറയുന്ന, കോഴിയാണെന്ന് നിങ്ങൾ പറയുന്ന അയാളെ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയത്? അന്നുകൊണ്ട് ഷഹനാസ് ഒരു പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞില്ല ഇന്ന് ഷഹനാസ് വരുന്നതിന് പിന്നിൽ എന്താണ്? ഇത് രണ്ട് ഷഹനാസ് ഒന്ന് ബോധ്യപ്പെടുത്ത കേരളത്തിലെ ജനങ്ങളെ, ബാക്കി പിന്നീടാവും.